എല്ലാവർക്കും നമസ്കാരം. നാളെ നവരാത്രിയാണ്. നവരാത്രിയുടെ മഹാത്മ്യം എല്ലാവർക്കും അറിയാം. ദേവിയെ സ്തുതിക്കുവാൻ, ആദിപരാശക്തിയെ, ദുർഗാദേവിയെ പൂജിക്കുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അവസരമാണ് നവരാത്രി എന്ന് പറയുന്നത്. 9 ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ ചെയ്യേണ്ട ആരാധനയും പൂജാവിധിയുമാണ് നവരാത്രിയിൽ. നവരാത്രി എന്ന് പറഞ്ഞാൽ 9 രാത്രി. 9 രാത്രികൾ കഴിഞ്ഞ് 10ാമത്തെ ദിവസമാണ് നമ്മൾ ആ നവരാത്രി പൂജകളൊക്കെ അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം പൂജകൾ അവസാനിപ്പിക്കുന്നില്ല, വിജയദശമി വരെയുമുണ്ട്. ഇപ്പോൾ വിജയദശമിയോടുകൂടിയാണ് നമ്മുടെ നവരാത്രി മഹോത്സവം അവസാനിക്കുന്നത്. അപ്പോൾ ഈ നവാഹമായിട്ട് എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഒട്ടുമിക്ക ദേവീക്ഷേത്രങ്ങളിലും നവാഹമുണ്ട്. അതുപോലെ തന്നെ 9 ദിവസങ്ങളിൽ ദേവീ മാഹാത്മ്യ പാരായണമുണ്ട്, ദേവീ ഭാഗവത പാരായണമുണ്ട്. ഇതെല്ലാം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ആദിപരാശക്തിയെ സ്തുതിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ സാധാരണക്കാർക്ക് വലിയ വലിയ പൂജകളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. 9 ദിവസം വ്രതം നോക്കുക, അല്ലെങ്കിൽ നൊയമ്പ് നോക്കുക, നമ്മൾ ഒരു നേരം ആഹാരം ഭക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിക്കൊണ്ട് സസ്യാഹാരം മാത്രം കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറ്റുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണോ ദേവിയെ ആരാധിക്കുന്നത്, ദേവിയെ പൂജിക്കുന്നത്, അതാണ് ഇവിടെ ദേവി ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരുപാട് പൂജാദ്രവ്യങ്ങൾ നടത്തിയോ 9 ദിവസം പട്ടിണി കിടന്ന് നൊയമ്പ് നോക്കണമെന്നൊന്നും ദേവി പറയുന്നില്ല. നമ്മുടെ മനസ്സിൻ്റെ ഭക്തി അല്ലെങ്കിൽ വിശ്വാസം, നമ്മൾ ദേവിയെ എങ്ങനെയാണ് കാണേണ്ടത്? അമ്മയെപ്പോലെയാണ്. നമുക്കറിയാം, പ്രപഞ്ച മാതാവാണ് ഈ ആദിപരാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ മക്കളെ കരുതുന്നത് എങ്ങനെയാണോ ഒരമ്മ വാത്സല്യത്തോടെ മക്കളെ കരുതുന്നത്, അതുപോലെയാണ് ആദിപരാശക്തി നമ്മളെയും കരുതുന്നത്. അപ്പോൾ നമ്മൾ വിഷമിച്ചോ സങ്കടപ്പെട്ടോ ഒന്നുമല്ല നമുക്ക് അമ്മയോട് എന്താണ് സ്നേഹമാണ്. അമ്മയെ കാണുമ്പോഴത്തേന് നമ്മളെങ്ങനെയാണ്, സന്തോഷം കൊണ്ടാണ് നമ്മൾ അമ്മയെ കണ്ടുമുട്ടുന്നത്. ആ സന്തോഷത്തോടു കൂടി വേണം, മനസ്സിൻ്റെ പൂർണ്ണ തൃപ്തിയോടുകൂടി വേണം നമ്മൾ ആ ആദിപരാശക്തിയെ പൂജിക്കേണ്ടത്. വലിയ വലിയ നൊയമ്പൊക്കെ എടുത്ത്, അല്ലെങ്കിൽ വലിയ വലിയ പൂജകളൊക്കെ ചെയ്ത് അമ്മയെ ആരാധിക്കണമെന്ന് എങ്ങും പറയുന്നില്ല. നമ്മൾ കുളിച്ച് ശുദ്ധമായിരിക്കണം, നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. ഈ നവരാത്രി ഈ 9 ദിവസങ്ങളിൽ നമ്മൾ ആരോടും കലഹിക്കാൻ പോകരുത്, അനിഷ്ട വാക്കുകൾ പറയരുത്. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള നിവേദ്യങ്ങൾ നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം. ഒന്നാമതേ ശുദ്ധവൃത്തിയോടുകൂടി ഇരിക്കുക, വീടും പരിസരവും ഒക്കെ അടിച്ച് വൃത്തിയാക്കുക. പൂജാദ്രവ്യങ്ങൾ എന്ന് പറയുമ്പോൾ കർപ്പൂരം, സാമ്പ്രാണി, ഇവയൊക്കെ ധൂപദീപ ആരതിയൊക്കെ അമ്മയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള നിവേദ്യങ്ങളും കൊടുക്കാം. അവല്, മലര്, ശർക്കര, പഞ്ചസാര, പാൽപ്പായസം, നമുക്ക് എന്താണ് വെക്കാൻ പറ്റുന്നത്, ശർക്കര പായസം, പലഹാരങ്ങൾ, അതായത് ചെറുപയർ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ, കടല കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. നമുക്ക് അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം, അതുപോലെ പാൽപ്പായസം, ഉണക്കച്ചോറ്, ഉണക്കച്ചോറ് എന്ന് വെച്ചാൽ വെള്ളച്ചോറ്, അതുപോലെ തന്നെ ശർക്കര പായസം, കടും പായസം, ഇതെല്ലാം നമുക്ക് കൊടുക്കാം. നമുക്കൊന്നും നമ്മുടെ കയ്യിൽ പഴം വെച്ചാലും അമ്മ വളരെ തൃപ്തയാണ്. അമ്മയുടെ മക്കൾക്ക് എന്താണോ ലഭ്യമായിട്ടുള്ളത് അത് കൊടുത്താൽ മതി. അപ്പോൾ ഈ 9 ദിവസങ്ങളിൽ നമ്മൾ ദേവീ മഹാത്മ്യം വ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേട്ടതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ കവചസ്തോത്രം. കവചസ്തോത്രത്തിൽ ഈ നവദുർഗകളെ 9 ദേവിമാരെക്കുറിച്ചും 9 ദേവിമാർ, അതായത് ദുർഗാദേവിയുടെ 9 ഭാവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നവദുർഗകൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കുഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാത്യായനീ ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീം ചാഷ്ടമം, നവമം സിദ്ധിദാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിത, ഉക്തിയാന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മന, അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമധ്യഗതോ രണേ, വിഷമേ ദുർഗമേ ചൈവ ഭയാർത്ഥ ശരണം ഗത, ന തേഷാം ജായതേ കിഞ്ചിൽ അശുഭം രണസങ്കടേ, നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹീം, യസ്ത്യസ്തു ഭക്ത്യാ സ്മൃതാ നൂനം തോഷാമൃദ്ധി പ്രജായതേ. അപ്പോൾ 9 ദിവസങ്ങൾ ഈ നവദുർഗകളെ പൂജിച്ചാലുള്ള ഫലപ്രാപ്തി ഇവിടെ പറയുന്നുണ്ട്.
അഗ്നിയിൽ ദഹിക്കപ്പെടുന്നവനായാലും യുദ്ധത്തിൽ ശത്രുമധ്യത്തിൽപ്പെട്ടവനായാലും ഭയാർത്തനായാലും പിന്നെ അപകടത്തിൽപ്പെടുന്നവനായാലും ഇവരെയൊക്കെ ദേവി ഒന്നും ഒരപകടവും വരുത്താതെ ശ്രദ്ധിക്കുന്നു. എങ്ങനെ വേണമെന്നാണ് പറയുന്നത്? ദേവിയെ ഭക്തിപൂർവ്വം സ്ഥിരമായി സ്മരിക്കുന്നവർക്കാണിത് കിട്ടുന്നത്. ദേവിയെ ഭക്തിപൂർവ്വം സ്ഥിരമായി സ്മരിക്കുന്നവർക്ക് യാതൊരുവിധ ആപത്തുകളും ഉണ്ടാകുകയില്ല. ശരണാഗതനായ ഭക്തനെ മാതാവ് കുഞ്ഞിനെ എന്ന പോലെ സംരക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ നവരാത്രിയിൽ ഈ 9 രാത്രികളിൽ നമ്മൾ ദേവിയെ സ്തുതിക്കണം. അത് ആദ്യത്തെ ദിവസം ശൈലപുത്രിയായിട്ടാണ് ദേവിയെ അറിയപ്പെടുന്നത്, ദേവിയെ വർണ്ണിക്കുന്നത്. ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളിൽ ഒന്നാമതാണ് ശൈലപുത്രി, ഹിമവാന്റെ പുത്രി. അപ്പം ശൈലപുത്രി, ഹിമവാന്റെ പുത്രി, അപ്പം ശിവൻ്റെ പത്നി കൂടിയാണ് ശിവൻ. അപ്പം ശിവശക്തിക്ക് രൂപമാണ് ശൈലപുത്രിക്കുള്ളത്. ഹിമവാന്റെ പുത്രിയായ ശൈലപുത്രി ഋഷഭാരൂഢയായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 9 ദിവസം 9 രൂപത്തിൽ 9 ഭാവത്തിലാണ് ദേവിയുടെ 9 ഭാവങ്ങളെയാണ് ആരാധിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത് നവരാത്രിയിൽ നമ്മൾ എന്താ പറയുന്നത്, ശുദ്ധവൃത്തിയോടെ കഴിവതും മാംസ്യാഹാരങ്ങളൊന്നും ഉപയോഗിക്കാതെ വെജിറ്റേറിയനായി സസ്യാഹാരിയായി അല്പം ആഹാരം മാത്രം കഴിച്ച് പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ഒക്കെ നമ്മൾ പൂജിക്കാം. നമുക്ക് കിട്ടുന്ന വീട്ടിലുള്ള പുഷ്പങ്ങൾ ഉപയോഗിച്ച് ദേവിയെ ആരാധിക്കാം, പൂജിക്കാം, അർച്ചന ചെയ്യാം. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് അന്നദാനം നടത്തുന്നത്, അന്നദാനം ഒരാൾക്ക് മതി. അന്നദാനം നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഒരു ദിവസം ഒരാൾക്കെങ്കിലും സ്വല്പം ഭക്ഷണം കൊടുത്താൽ അതും അന്നദാനമാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് അതീവ പുണ്യമാണ്. അപ്പോൾ ദേവിയെ സ്തുതിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രാധാന്യം. അതിൽ നമ്മൾ കൊടുക്കുന്ന വസ്തുവിൻ്റെ പ്രാധാന്യമോ അല്ലെങ്കിൽ കൊടുക്കുന്ന വസ്തുവിൻ്റെ അളവോ ഒന്നുമല്ല. നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാകണം, വിശ്വാസമുണ്ടാകണം. നമ്മൾ ആർക്ക് എന്ത് കൊടുത്താലും നമ്മൾ ദേവിക്കാണ് കൊടുക്കുന്നത്, നമ്മുടെ അമ്മയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 9 ദിവസങ്ങൾ നമ്മൾ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല. അപമാനിക്കുക എന്ന് വെച്ചാൽ പലതരത്തിൽ ദുഷ്വാക്കുകൾ പറയുകയോ ദേഷ്യപ്പെടുകയോ അവരെ കുറിച്ച് അസഭ്യം പറയുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ എല്ലാ സ്ത്രീകളും ദേവീഭാവത്തിലുള്ളവരാണ് എന്ന് മനസ്സിലാക്കി പെരുമാറുക. എല്ലാവർക്കും ഈ നവരാത്രി കാലത്ത് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസം ശൈലപുത്രിയായിട്ട് ദേവിയെ ആരാധിക്കാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.